പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 187 വചനത്തിൻ്റെ തഫ്സീറിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബൂ ലി എന്ന ഭാഗമാണ് പഠിച്ചത്. അടിയാറുകളുടെ ദുആക്ക് അള്ളാഹു ഉത്തരമേകും. അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് അടിമകൾ അതിനാൽ ഉത്തരമേകണം എന്ന ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി വർത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചതാണ് ഫലിയസ്തജീബൂ ലി. അതിലെ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടിമകളിൽ നിന്ന് ഇജാബത്ത് വേണം. അത് അള്ളാഹുവിനെ കേട്ടും അനുസരിച്ചും ആജ്ഞാനുവർത്തികളായുമുള്ള ഇജാബത്താണ്. അള്ളാഹുവിൽ നിന്ന് ഇജാബത്തുണ്ട്. അത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകിയും പ്രതിഫലം കനിഞ്ഞും ഉള്ള ഇജാബത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. വൽയുമിനൂ ബി, ഇവിടെ വാവ് അത്ഫിൻ്റേതാണ്. എന്ന അർത്ഥം ലഭിക്കാൻ. ല് എന്നത് ഇവിടെ ലാമുൽ അംറാണ്. യുമിനു എന്ന ക്രിയ കൽപ്പനയുടെ ആശയം പേർന്ന ക്രിയയാണ്. ലിയുമിനു, അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് അപ്പോൾ അർത്ഥം വരിക. ബി എന്ന് പറഞ്ഞാൽ എന്നിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വൽയുമിനൂ ബി, അവർ എന്നിൽ യഥാവിധം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫലിയസ്തജീബൂ ലി വൽയുമിനൂ ബി, അള്ളാഹുവിന് ജവാബ് നൽകണം, അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാവുകയും വേണം. ഇവിടെ ഇജാബത്തും ഈമാനും ഒന്നൊന്നിനെ അറിയിക്കുന്നതാണ്. ഈമാൻ ഇജാബത്തിനെ ഉൾക്കൊള്ളുന്നു, ഇജാബത്ത് ഈമാനെയും ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇവിടെ രണ്ടും വേറെ വേറെ പറഞ്ഞതിൽ ഫലിയസ്തജീബൂ ലി എന്നത് ഉപരിപ്ലവമായുള്ള അനുസരണവും ഉത്തരമേഖലും കീഴ്വണക്കവുമാണ്. വൽയുമിനൂ ബി എന്നത് അപ്പോൾ ഖൽബിൻ്റെ സത്യപ്പെടുത്തലും അംഗീകാരവും വിശ്വസിക്കലുമൊക്കെയാണ്. രണ്ടും അടുത്തടുത്ത് പറഞ്ഞതിനാൽ ഇജാബത്ത് അവയവങ്ങളുടേത്, ഈമാൻ ഖൽബിൻ്റേത്. ഇവിടെ വൽയുമിനൂ ബി, അവർ എന്നെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹുവെ എങ്ങനെയാണ്, എന്തിലാണ് അംഗീകരിക്കേണ്ടത്? ആവശ്യം ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ എന്തൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ അംഗീകരിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ സത്യപ്പെടുത്തേണ്ടതുണ്ടോ അതെല്ലാം വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിശിഷ്യ ഈ വചനത്തിൽ പറഞ്ഞ ബിഅന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ എന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ടത്. അള്ളാഹു ഖരീബാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർബിനെ കുറിച്ച്, അള്ളാഹു സമീപസ്ഥനാണ്, സമീപവാസിയാണ് എന്നുള്ള കാര്യം. മറ്റൊന്ന് ഇജാബത്ത്, ദുആ ചെയ്യുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരമേകുമെന്ന വിഷയം. ഇത് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പുലർത്തും, പാലിക്കും എന്ന് വിശ്വസിക്കുക. അള്ളാഹു സമീപസ്ഥനാണെന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയെ സത്യപ്പെടുത്തുക, സമ്മതിക്കുക. ഇതാണ് ഇവിടെയുള്ള പ്രത്യേകം വിശ്വസിക്കേണ്ട കാര്യം. ഇതിൽ പരിമിതമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എൻ്റെ ദാസൻ എന്നെ വിചാരിക്കുന്നിടത്താണ്, എന്നെക്കുറിച്ച് ഊഹിക്കുന്നിടത്താണ്. ഇൻ ദന്ന ബി ഖൈറൻ ഫലഹു,
എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചാൽ ആ നല്ലത് അവനുണ്ടായിരിക്കും. വഇൻ ദന്ന ശർറൻ ഫലഹു, എന്നെക്കുറിച്ച് ദുർവിചാരമാണ് എങ്കിൽ അതുണ്ടായിരിക്കും. മോശം വിചാരിച്ചാൽ ആ മോശമായിരിക്കും അവനുണ്ടാവുക. വഅന മഅഹു ഇദാ ദക്കറനി, ഞാൻ ദാസനോടൊപ്പമായിരിക്കും ദാസൻ എന്നെ ഓർക്കുകയായാൽ. വഅന മഅഹു ഇദാ ദഅാനി, അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനാണ്. അത് അള്ളാഹു പുലർത്തും എന്ന് വൽയുഅ്മിനൂ ബി, അള്ളാഹുവെ കുറിച്ച് വിശ്വസിക്കട്ടെ എന്നാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. എൻ്റെ വാഗ്ദാനം എന്താ? വഅന മഅഹു ഇദാ, വഅന മഅഹു, ഞാൻ ദാസനോടൊപ്പമാണ്. വഅന മഅഹു എപ്പോൾ? ഇദാ ഒന്ന് പറഞ്ഞാൽ എന്താ? ദഅാനി, ഇദാ ദക്കറനി എന്നൊക്കെ. ഞാൻ ദാസനോടൊപ്പമാണ്, അവൻ എന്നോട് ദുആ ചെയ്താൽ, അവൻ എനിക്ക് ദിക്റെടുത്താൽ, അവൻ എന്നെ ഓർത്താൽ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വാഗ്ദാനാണ്. ആ വാഗ്ദാനം അള്ളാഹു പാലിക്കും, പുലർത്തും, കനിയും എന്നത് വൽയുഅ്മിനൂ ബി, എന്നിൽ അവർ വിശ്വസിക്കട്ടെ, എന്നിൽ അവർ വിശ്വാസം അർപ്പിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഏതാനും കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അതൊന്ന് അൽ ഇജാബത്തു ഇൻദ ദുആ, ദുആ ചെയ്യുന്ന സമയം ഉത്തരം തരും എന്ന വിചാരം. അതേപോലെ അൽ ഖബൂൽ ഇൻദ തൗബ, തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വിചാരം. അതേപോലെ അൽ മഗ്ഫിറ, പാപം പൊറുക്കും. ഇൻദൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടം നടത്തുന്ന വേളയിൽ എന്ന വിചാരം. അൽ മുജാസാത്ത്, പ്രതിഫലം മഹത്തരമായി കനിയും. എപ്പോൾ? ഇൻദ ഫിഅലിൽ ഇബാദത്തി ബിശുറൂതിഹ, ഇബാദത്ത് അതിൻ്റെ നിബന്ധന അനുസരിച്ച് നിർവഹിക്കുന്ന വേളയിൽ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അന ഇൻദ ബന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എൻ്റെ ദാസന് വിചാരിക്കുന്നിടത്താണ് ഞാൻ എന്ന് പറഞ്ഞില്ലേ. ദാസൻ്റെ കൂടെ അല്ലാഹ് ഉണ്ടാവും. അതേപോലെ അന മഅഹു ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ദാസൻ്റെ കൂടെ ആയിരിക്കും. അന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ്, എങ്ങനെയാണ് കൂടെ ഉണ്ടാവുക? ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് നൽകി, തൗബ ചെയ്യുമ്പോൾ തൗബ കബൂലാക്കി, പാപമോചനത്തേട്ടം നടത്തുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ മഗ്ഫിറത്തേകി, ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ പ്രതിഫലം കനിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അല്ലാഹു കനിയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് വൽയുഅ്മിനൂ ബി, അല്ലാഹു ഉത്തരമേകും, തൗബ സ്വീകരിക്കും, പാപം പൊറുക്കും, പ്രതിഫലം കനിയും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിൽ അള്ളാഹു വിശ്വസിക്കുക, നിരാശ ഉണ്ടാകാൻ പാടില്ല. അതും അതിൻ്റെ തേട്ടാണ് വൽയുഅ്മിനൂ ബി. അള്ളാഹുവിൻ്റെ കനിവിൽ, കാരുണ്യത്തിൽ നിരാശപ്പെടൽ വൻപാപാണ്. അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, നൈരാശ്യത്തിനടിപ്പെടാതെയുള്ള വിശ്വാസം, അതാണ് വൽയുഅ്മിനൂ ബി. അള്ളാഹുവിൽ നിരാശപ്പെടൽ വൻപാപമാണെന്ന് പറഞ്ഞല്ലോ. അക്ബറുൽ ഖബായിർ എന്നല്ലേ അതിനെ പരിചയപ്പെടുത്തിയത്, വൻപാപങ്ങളിൽ വൻപാപം. ഉദുല്ലാഹ് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, അതാണ് ഉത്തരം ലഭിക്കുമെന്നത് ദൃഢവിശ്വാസമുള്ളവരായി, ഉറപ്പുള്ളവരായി ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്. സംശയം ഉണ്ടാക്കാൻ പാടുള്ളതല്ല, സന്ദേഹം പാടില്ല. പിന്നെയോ അള്ളാഹു കനിയുമെന്ന ഉറപ്പോടുകൂടി വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഫല്യസ്തജീബൂലി വൽയുഅ്മിനൂ ബി. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ്, റ എന്നും അതേപോലെ റു എന്നും വായനയുണ്ട്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ് അല്ലെങ്കിൽ റഷദ്. ക്രിയ ആകുമ്പോൾ റഷദ യർഷുദു, റഷദ യർഷിദു, റഷീദ യർഷദു, ഇങ്ങനെയൊക്കെ ക്രിയ ഇതിൽ നിന്ന് വിൽപ്പനാണ്.
ഇത് അർത്ഥമാക്കുന്നത് എന്താ? അൽ ഗൈ എന്ന് പറയും. അൽ ഗൈ എന്ന് പറഞ്ഞാൽ അവിവേകം. അപ്പോൾ റഷദ് അല്ലെങ്കിൽ റുഷ്ദ് എന്ന് പറഞ്ഞെങ്കിൽ വിവേകം, തൻ്റെ ഇടം. ഹിദായത്ത് എന്നതിൻ്റെ പര്യായമായി റുഷ്ദും റഷദും പ്രയോഗിക്കും. ഹിദായത്ത് സൽപാന്താവ്, സന്മാർഗം, സൽവഴി ഒക്കെ അർത്ഥമാക്കുന്ന പ്രയോഗമാണ്. അതേപോലെ ഹുസ്നു തസറുഫ്, നല്ല നിലക്കുള്ള കൈകാര്യകർത്തൃത്വം, അത് വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും സൽപാന്താവിൻ്റെയും ഒരു തേട്ടമാണ്. വബ്തലുൽ യതാമ ഹത്ത ഇദാ ബലഗുൻ നികാഹ ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദ എന്ന് പറഞ്ഞില്ലേ. യതീമുകളെ പരീക്ഷിക്കണം, നിക്കാഹിനുള്ള അവരുടെ പ്രായം എടുത്താൽ അവരിൽ നിന്ന് നിങ്ങൾ റുഷ്ദ് അറിയുകയും ചെയ്താൽ, അവിടെ എന്താ കൈകാര്യകർത്തൃത്വം നന്നായിട്ടുള്ള ഒരവസ്ഥ, നന്നായി കൈകാര്യകർത്തൃത്വം വശമാകുന്ന അവസ്ഥ, അപ്പോൾ അവരെ സ്വത്തേൽപ്പിക്കാനാണ് പറഞ്ഞത്. ഏതായാലും സന്മാർഗത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വർത്തനം, അതാണ് ലഅല്ലഹും യർഷുദൂൻ എന്നതിൽ അർത്ഥമാക്കുന്നത്. ലഅല്ലഹും എന്ന് പറഞ്ഞാൽ അവിടെ ലിതഅലീൽ എന്ന് പറയും, വേണ്ടി എന്ന അർത്ഥത്തിന്. ലഅല്ലഹും യർഷുദൂൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ദീനിയായ, മതപരമായ, തങ്ങളുടെ ഭൗതികമായ, ദുന്യവിയായ നന്മകൾ അതിലേക്ക് അവർ മാർഗം ലഭിച്ചവർ. ഇഹ്തദൗ ലി മസാലിഹി ദീനിഹിം വ ദുനിയാഹും, അങ്ങനെയാണ് അതിൻ്റെ തഫ്സീർ. അബുൽ ആലിയ അറയാഹി യർഷുദൂൻ എന്നതിന് യഹ്തദൂൻ എന്നാണ് അർത്ഥം പറഞ്ഞത്, മാർഗം സിദ്ധിച്ചവർ, ഇഹപര നന്മകൾക്ക് മാർഗം പ്രാപിച്ചവർ അവർ ആകുന്നതിന് വേണ്ടി എന്നാണ്. ലഅല്ലഹും യർഷുദൂൻ ഫലിയസ്തജീബൂ ലി വലിയുമിനൂ ബി, അള്ളാഹുവിന് അവർ ഉത്തരം നൽകട്ടെ, അള്ളാഹുവെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ തങ്ങളുടെ ഇഹപര നന്മകൾ അതിലേക്ക് മാർഗം ലഭിച്ചവർ ആകുന്നതിന് വേണ്ടി, സന്മാർഗം സിദ്ധിച്ചവർ ആകുന്നതിന് വേണ്ടി, നല്ല കൈകാര്യകർത്തൃത്വം ഉള്ളവർ ആകുന്നതിന് വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഫലിയസ്തജീബൂ ലി വലിയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്ന ആയത്ത് നമ്മൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചില വിഷയങ്ങൾ സുപ്രധാനമാണ്. അതിൽ ഒന്ന്, നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ അത് നമ്മൾ പറഞ്ഞു 183, 184, 185 ഇതാണ് നോമ്പിൻ്റെ ആയത്തുകൾ. അതിൽ നോമ്പുമായി ബന്ധപ്പെട്ട് 183, 184, 185, പിന്നെ 187 നോമ്പിൻ്റെ മസാലകളാണ്. അതിനിടയിലാണ് 186 ആയത്ത് നമ്മുടെ ഈ ആയത്ത്. ഈ ആയത്താണ് ദുആഇൻ്റെ വിഷയത്തിൽ നമ്മൾ പഠിച്ച ആയത്ത്. ഈ വിഷയം നമ്മൾ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സുപ്രധാന വിഷയം ഈ ഒരു കോർവയിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ തഫ്സീറിൽ നൽകിയതാണ്. എന്താണത്? അദ്ദേഹം പറയുന്നത്, വഫീ ദിക്രിഹി തആല ഹാദിഹിൽ ആയ അൽ ബാഇസ് അല ദുആ, ദുആക്ക് പ്രേരണയേകുന്ന ഈ ആയത്തിനെ അള്ളാഹു ഇവിടെ ഉണർത്തിയതിലുണ്ട്. എങ്ങനെ ഉണർത്തിയത്? മുതഖല്ലിലതൻ ബൈന അഹ്കാമി സിയാം, നോമ്പിൻ്റെ ഹുക്കുമുകൾ അതിന് ഇടയിൽ കലർത്തിയാണ് അള്ളാഹു ഈ ആയത്ത് ഇവിടെ പറഞ്ഞത്. ആ പറഞ്ഞതിലുണ്ട് ഇർഷാദുൻ, നിർദ്ദേശം. ഏത് വിഷയത്തിലേക്ക്? ഇലൽ ഇജ്തിഹാദി ഫി ദുആ, ദുആയിൽ പരിശ്രമിക്കുന്നതിലേക്ക്, അധ്വാനിക്കുന്നതിലേക്ക്. എപ്പോൾ? ഇന്ദ ഇക്മാലിൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കുന്ന വേളയിൽ, വഇന്ദ കുല്ലി ഫിത്രിൻ, എല്ലാ നോമ്പ് തുറക്കുന്ന അവസരത്തിലും. അതിവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പിൻ്റെ വിധികൾ പറയുന്ന ആയത്തുകൾ, അതിനിടയിൽ ദുആഇന് പ്രേരണയേകുന്ന ആയത്ത് പരാമർശിച്ചതിൽ നോമ്പ് അവസാനിക്കുമ്പോൾ, എല്ലാ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ദുആയിൽ പരിശ്രമിക്കണം എന്നതിലേക്കുള്ള ഇർഷാദ്, നിർദ്ദേശമാണ്, ഉപദേശമാണ്, മാർഗം അരുളലാണ് ഉള്ളത്
ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകം നോമ്പിൻ്റെ ആയത്തുകൾ പഠിച്ചു പോകുമ്പോൾ, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പുകാരൻ്റെ ദുആ സലാസു ദഅവാത്തിൻ ലാ തുറദ്, 3 ദുആവുകൾ അത് വെറുതെ മടക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ദഅവത്തുൽ വാലിദി ലി വലദിഹി, രക്ഷിതാവിൽ നിന്ന് സന്തതികൾക്കുള്ള ദുആ. വദഅവത്തു സായിം, നോമ്പുകാരൻ്റെ ദുആ. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്യാഉൽ മഖ്ദിസി നിവേദനം ചെയ്യുന്ന ഹദീസ്, സുലാസിയാത്തിൽ അബുൽ ഹസൻ ഇബ്നു മഹ്റവൈ നിവേദനം ചെയ്യുന്ന ഹദീസ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, അങ്ങനെ പ്രയോഗം കാണാം. 3 ദുആവുകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആവുകളാണ്. ദഅവത്തു സായിം, ദഅവത്തുൽ മദ്ലൂം, ദഅവത്തുൽ മുസാഫിർ. എന്നിട്ട് ആ 3 ദുആകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി: നോമ്പുകാരൻ്റെ ദുആ, മർദിദൻ്റെ ദുആ, യാത്രക്കാരൻ്റെ ദുആ. അബൂ ഹുറൈറയിൽ നിന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ്, അത് ഇബ്നു ഹിബ്ബാൻ സഹീഹിൽ ഉദ്ധരിച്ചു, ഇമാം അഹ്മദ് മുസ്നദിലും, അതേപോലെ അബൂദാവൂദ് അത്തയാലിസി, ബൈഹഖി, ഇബ്നു അബീ ശൈബ, തുർമുദി, ഇബ്നു മാജ അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 കൂട്ടർ അവരുടെ ദുആ തിരസ്കരിക്കപ്പെടില്ല എന്നുള്ളതാണ്, ഉത്തരം നൽകാതെ മടക്കപ്പെടില്ല എന്നാണ്. 3 ദുആ. അതിൽ ഒന്ന് അസ്സായിമു ഹീന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വദഅവത്തുൽ മദ്ലൂം, മർദീദൻ്റെ ദുആ. ഹദീസുൻ ഹസൻ എന്നാണ് ഇബ്നു ഹജർ ഇത് സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് വിധിച്ചുകൊണ്ട് പറഞ്ഞത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂദാവൂദിനി തയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടതായി ഉദ്ധരിക്കുന്നുണ്ട്. ലിസ്സായിമി ഇൻദ ഇഫ്താരിഹി ദഅവത്തുൻ മുസ്തജാബത്തുൻ എന്നാണ്. നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോൾ ഉത്തരം നൽകപ്പെടുന്ന ദുആ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫകാന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇദാ അഫ്തറ ദഅ അഹ്ലഹു വവലദഹു വദഅ എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറന്നാൽ കുടുംബത്തെയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക് അല്ലതി വസിഅത് കുല്ല ഷൈഇൻ അൻ തഗ്ഫിറ ലി, ഇങ്ങനെയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അംറിൻ്റെ ദുആ എന്നാണ് നോമ്പ് തുറന്നാൽ. അല്ലാഹുവേ ഇന്നി അസ്അലുക് ബിറഹ്മതിക്, നിൻ്റെ റഹ്മത്തിനെ മുൻനിർത്തി അല്ലാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു. നിൻ്റെ റഹ്മത്ത് എന്നാൽ അല്ലതി വസിഅത് കുല്ല ഷൈ, എല്ലാ വസ്തുക്കൾക്കും വിശാലമായ വിപുലമായ നിൻ്റെ റഹ്മത്ത്, അതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് തേടുന്നു. അൻ തഗ്ഫിറ ലി, നീ എന്നോട് പൊറുക്കണം എന്ന്. ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണാം. അപ്പോൾ ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്, നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ ഈ ദുആഇൻ്റെ ആയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയിൽ പറഞ്ഞപ്പോൾ, നോമ്പ് തീരുമ്പോൾ, ഓരോ ദിവസവും നോമ്പ് അവസാനിക്കുമ്പോൾ, വിശിഷ്യ ദുആയുടെ പ്രാധാന്യം, ദുആക്കുള്ള സ്ഥാനം, ഈ ഒരു വിഷയം. ഈ ആയത്ത് അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു മസ്അല, ദുആഇൻ്റെ പ്രാധാന്യം, ദുആഇൻ്റെ ആവശ്യകത, അനിവാര്യത, ദുആ എന്ന ഇബാദത്ത്, അതിനുള്ള സ്ഥാനം നമ്മുടെ ദീനിൽ എത്രമാത്രം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വചനം അതിൽ ദുആ ചെയ്യാൻ പ്രേരണയേകി, പ്രോത്സാഹനമേകി, ആ ദുആക്ക് അല്ലാഹുവിൽ നിന്നുള്ള ജവാബുണ്ടാകുമെന്നുള്ള വാഗ്ദാനമേകി, ദുആ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഉണർത്തി വചനം അവതരിപ്പിച്ചു. ചിലർ ദുആഇനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. ദുആയിൽ യാതൊരു ഫായിദയുമില്ല എന്ന് പറയാറുണ്ട്. സൂഫി തരീഖത്തുകളിൽ വഴി നടന്ന ചിലർ, ഹഖീഖത്തിൻ്റെ ഉലമാക്കൾ എന്നൊക്കെ തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ, അവരാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാറുള്ളത്. അതുകൊണ്ട് ഒരു ഫായിദയില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ കാലേ കൂട്ടി തീരുമാനിച്ചതാണ് ആ നിലക്ക്. പിന്നെ ആഖിറത്തിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ ദുആ നല്ലതാണ്. ദുനിയാവിൻ്റെ വിഷയങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അള്ളാഹു ഏറ്റെടുത്ത വിഷയങ്ങളിൽ ദുആഇൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. ദുആ ഇറക്കുന്ന സമയം അവസ്ഥ നല്ലതാണ് എങ്കിൽ, മനസ്സ് ശുദ്ധമാണ് എങ്കിൽ, സ്വകാര്യത തെളിഞ്ഞതാണ് എങ്കിൽ, ഉള്ളം
പരിശുദ്ധമാണ് എങ്കിൽ ദുആ ചെയ്യാം. ദുആ ഉപേക്ഷിക്കുന്നതിലാണ് നല്ലതെന്ന് തോന്നുകയാണ് എങ്കിൽ ദുആ ചെയ്യാതിരിക്കലാണ് ഉത്തമം. അള്ളാഹു വിധിച്ചത് ഭവിക്കും. അപ്പോൾ അതിനോട് എതിരാകാതിരിക്കാൻ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ദുആ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തുടങ്ങി ദുആയെ നിരുത്സാഹപ്പെടുത്തി ദുആയിൻ്റെ വിഷയത്തിൽ വിരക്തി ജനിപ്പിച്ച് ചില തീവ്ര സൂഫികളുടെ കുറേ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. തഫ്സീറുകൾ അതൊക്കെ വിശദമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയോടുള്ള പരസ്യമായ ലംഘനമായതുകൊണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം ഏകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് ദുആ ചെയ്യാനാണ്. അള്ളാഹുവിനോട് കേഴാനും അവനെ വിളിക്കാനും അവനിൽ ആവശ്യക്കാരനാണെന്ന വിനയവും ഭവ്യതയും അടിയാറുകൾ ഉണ്ടാകാൻ അള്ളാഹിൻ്റെ കൽപ്പനയാണ്. നമ്മളിവിടെ കേട്ടു ഉദൂനി അസ്തജിബ് ലക്കും, അള്ളാഹു കൽപ്പിക്കുന്നത് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അപ്പം ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള എതിർ സ്വരങ്ങളാണ് ചില തീവ്ര സൂഫി തരീഖത്തുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അൽ ഫഖ്റുർ റാസിയെ പോലുള്ള മുഫസ്സിറുകൾ ഇത്തരം ചിന്താഗതിയെ ഇതുപോലത്തെ ആയത്തിൻ്റെ വെളിച്ചത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്ര ഹദീസുകൾ. ആജസുന്നാസ് മൻ ആജസ അനി ദുആ വ അബ്ഖലുന്നാസ് മൻ ബഖില ബിസ്സലാം. ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ ദുആ ചെയ്യുന്നതിനെ തൊട്ട് ദുർബലനായവനാണ്, സലാം കൊണ്ട് പിശുക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യാൻ അശക്തനായവൻ, അവൻ ഏറ്റവും വലിയ അശക്തൻ എന്ന് പറയുമ്പോൾ ദുആ ചെയ്യാനുള്ള പ്രോത്സാഹനാണ്, പ്രേരണയും കൽപ്പനയാണ്. ലൈസ ഷൈഉൻ അക്രമ അലല്ലാഹി മിന ദുആ, അള്ളാഹുവെ ആദരിക്കാനും ബഹുമാനിക്കാനും ദുആയോളം ഒന്നുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അഫ്ദലുൽ ഇബാദത്തി ദുആ, ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുആയാണ്. ഇതൊക്കെ തിരുമൊഴികളാണ്. മൻ ലം യസ്അലില്ലാഹ് യഗ്ദബ് അലൈഹി, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനോട് അള്ളാഹു കോപിക്കും, ദേഷ്യപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി കാണാം, സലുല്ലാഹ കുല്ല ഷൈഇൻ, അള്ളാഹുവിനോട് നിങ്ങളെല്ലാം ചോദിച്ചോളൂ എന്നാണ്. എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ഇരക്കൂ, യാചിക്കൂ, ചോദിക്കൂ. മഹദി പറയാണ്, ഹത്ത ഷിസ്, ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും ചോദിക്കാൻ പറയാണ്. ഫൈൻ അല്ലാഹ ഇല്ലം യുയസ്സിറുഹു ലം യതയസ്സർ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അത് തരപ്പെടൂല. അതുകൊണ്ട് അതുപോലും ചോദിക്കാനാണ് മഹദി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം, ദുആക്കുള്ള പ്രാധാന്യം, ദുആ ഇരക്കുവാനുള്ള കൽപ്പന, അത് വിശുദ്ധ ഖുർആനിൽ വന്നത് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ആയത്ത് പ്രസ്തുത വചനങ്ങളിൽ ഒരു മഹൽ വചനമാണ് എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണർത്താനുള്ള മറ്റൊരു മസാല നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരമേകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉജീബു, ഞാൻ ഉത്തരമേകും എന്ന് വാഗ്ദാനം നൽകി. എന്നാൽ സൂറത്തു അൽ അൻആമിലെ 41-ാം വചനത്തിൽ ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻഷാ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കുകയും പോക്കുകയും ചെയ്യും അവൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉജീബു എന്ന് പറഞ്ഞു. സൂറത്തുൽ അൽ അൻആമിൽ ഇൻഷാ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഉത്തരം കനിയും എന്ന ആശയത്തിൽ. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമായി തോന്നും വിധമാണ് വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിൽ പറയുന്നത്, സൂറത്ത് അൻആമിലായത്ത് അവിശ്വാസികളുടെ ദുആഇൻ്റെ വിഷയത്തിലാണ്. അവിശ്വാസികൾ ദുആ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ മശിയത്തുമായി ബന്ധപ്പെട്ടാണ് അതിന് ഉത്തരം നൽകുന്ന വിഷയം. അവിടെ അവിശ്വാസികളുടെ ദുആഇൻ്റെ വിഷയമാണ് അള്ളാഹു പറയുന്നത്. ഖുൽ അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതത്കുമുസ് സാഅതു അഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ ബൽ ഇയ്യാഹു തദ്ഊന
ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻഷാ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിശ്വാസികളോട് പറയാണ്, പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അന്ത്യനാൾ സംഭവിച്ചു, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടുമോ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിശ്വാസികളുടെ വിഷയത്തിലാണ് ആയത്ത്. എന്നാൽ ഇവിടെ വൈദാ സഅലക ഇബാദി എന്ന് പറഞ്ഞാൽ എൻ്റെ ദാസന്മാർ വിശ്വാസികൾ എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾക്കുള്ള വിഷയമാണ് ഇവിടെ അൽ വഅദുൽ മുത്ലഖ്, നിരുപാധികം അവർക്ക് ഉത്തരം നൽകുമെന്നുള്ളത്. എന്നാൽ അവിശ്വാസികളുടെ ദുആ അത് അള്ളാഹുവിൻ്റെ മശിയത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നൽകും, അതില്ല എങ്കിൽ തിരസ്കരിക്കും എന്നുള്ള കാര്യം. ഈ ഒരു ആയത്തുകളുടെ വിഷയത്തിൽ ഇവിടെ ദുആഉൽ കൊണ്ട് ഉദ്ദേശം ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരമേകും എന്ന് പറഞ്ഞത് അതിന് പ്രതിഫലം നൽകും എന്ന ഉദ്ദേശത്തിലാണ് എന്നൊക്കെ അതിൻ്റെ ഇഷ്കാലിന് ഒരു മറുപടി പണ്ഡിതന്മാർ പറഞ്ഞതും വായിക്കാം. അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ അശ്ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ സൂറത്തുൽ ബഖറയിലെ 186-ാം വചനമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വചനം നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള 187-ാം വചനമാണ്. ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന് തുടങ്ങിയുള്ള വചനം അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.